നമസ്കാരം. മാർക്കറ്റ് ഔട്ട്ലുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരാഴ്ച ഇന്ത്യൻ മാർക്കറ്റ് വലിയ ചാഞ്ചാട്ടങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ആഴ്ചയുടെ തുടക്കത്തിൽ വലിയ ഇടിവുകൾ നേരിട്ട വിപണി അവസാന ദിവസം ടെക് ഓഹരികളുടെ കരുത്തിൽ ഒരു തിരിച്ചുവരവ് നടത്തി. ഒരു വശത്ത് പുറത്തുവരുന്ന കമ്പനികളുടെ മികച്ച പ്രവർത്തന ഫലങ്ങൾ, മറുവശത്ത് രൂപയുടെ മൂല്യത്തകർച്ചയും പണപ്പെരുപ്പവും പോലെയുള്ള സാമ്പത്തിക സൂചനകൾ, കൂടാതെ ആഗോളതലത്തിൽ നിലനിൽക്കുന്ന വളരെയേറെ അൺസർട്ടനിറ്റികൾ. ഈ ഒരു സാഹചര്യത്തിൽ സാധാരണക്കാരായിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പണം എവിടെയാണ് സുരക്ഷിതം? ഈ ആഴ്ച വിപണിയുടെ ഗതി മാറ്റിയ പ്രധാന സംഭവങ്ങളും അടുത്ത ആഴ്ച ശ്രദ്ധിക്കേണ്ട നിർണായക നീക്കങ്ങളും എന്തൊക്കെയാണ് എന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻ. വെൽക്കം ടു ദ വീക്ക്ലി റൗണ്ട് അപ്പ്. ജനുവരി 16 അവസാനിച്ച ആഴ്ചയിൽ ഇന്ത്യൻ വിപണിയിൽ ആശങ്കകളും ആവേശങ്ങളും ഒരുപോലെ നിറഞ്ഞു വന്നു. ആഴ്ചയുടെ തുടക്കത്തിൽ ചൊവ്വാഴ്ച സെൻസെക്സ് ഒരു ഘട്ടത്തിൽ 933 പോയിന്റ് വരെ ഇടിവ് രേഖപ്പെടുത്തി. എന്നാൽ വെള്ളിയാഴ്ച ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് വിപണിക്ക് താങ്ങായി നിലനിൽക്കുകയും ചെയ്തു. ആഴ്ച അവസാനം BSE സെൻസെക്സ് 185 പോയിന്റ് ഉയർന്ന് 83,570 എന്ന നിലവാരത്തിലും നിഫ്റ്റി 50 മുൻ ക്ലോസിംഗിനേക്കാൾ നേരിയ നേട്ടത്തോടെ 25,694 എന്ന നിലവാരത്തിലുമാണ് ക്ലോസ് ചെയ്തത്. ഈ മുന്നേറ്റത്തിന് പ്രധാന കാരണം IT കമ്പനികളുടെ മികച്ച മൂന്നാം പാദ ഫലങ്ങൾ തന്നെയായിരുന്നു. ഇൻഫോസിസ് പ്രതീക്ഷകളെ മറികടക്കുന്ന പ്രകടനവും മെച്ചപ്പെട്ട വരുമാന കണക്കുകളും പുറത്തുവിട്ടതോടെ ഓഹരിയിൽ വലിയ കുതിപ്പുണ്ടായി. അതിന്റെ ചുവട് പിടിച്ച ടെക് മഹീന്ദ്ര, HCL ടെക് എന്നിവയും നല്ല നേട്ടമുണ്ടാക്കി. ഇൻഫോസിസ് 5.6% ഉയർന്നപ്പോൾ ടെക് മഹീന്ദ്ര 5.2% മുന്നേറ്റം നടത്തിയത്. HCL ടെക് 1.6% നേട്ടമുണ്ടാക്കി. ബാങ്കിംഗ് ഓഹരികളായിട്ടുള്ള HDFC ബാങ്ക്, ബജാജ് ഫിനാൻസ് എന്നിവയും മികച്ച ഫലങ്ങൾ വരുമെന്ന പ്രതീക്ഷയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു കുതിപ്പിനിടയിലും ചില കാര്യങ്ങൾ നിക്ഷേപകരിൽ ആശങ്കകൾ ഉണർത്തിയിട്ടുണ്ട്. ഡിസംബറിലെ വ്യാപാര കമ്മി വർദ്ധിച്ചതും മൊത്തവില സൂചിക 8 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയതും വലിയ തിരിച്ചടിയായി. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിഞ്ഞതും ഇന്ത്യയുടെ 10 വർഷത്തെ ബോണ്ട് ഈൽഡ് 10 മാസത്തെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിയതും വിപണിയിലെ ചാഞ്ചാട്ടത്തിന് കാരണമായി. കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഫാർമ സെക്ടറുകളിലെ ഏഷ്യൻ പെയിന്റ്സ്, മാരുതി, സൺ ഫാർമ തുടങ്ങിയ ഓഹരികൾ നഷ്ടം നേരിട്ടു. ഇനി അടുത്ത ആഴ്ചയിലെ മാർക്കറ്റിന്റെ സാധ്യതകളെ പറ്റി നമുക്കൊന്ന് നോക്കാം. അടുത്ത ആഴ്ചയും വിപണിയിൽ നല്ല രീതിയിലുള്ള ഒരു ഫ്ലക്ച്വേഷൻ അല്ലെങ്കിൽ ഒരു അൺസർട്ടനിറ്റി തുടരാനുള്ള സാധ്യതയാണ് കാണുന്നത്. പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ വിപണിയെ സ്വാധീനിക്കാനുള്ള കാര്യങ്ങളുണ്ട്. പ്രമുഖ കമ്പനികളുടെ Q3 ഫലങ്ങൾ, IT കമ്പനികളുടെ പ്രകടനം വിപണിക്ക് ഊർജ്ജം നൽകിയിട്ടുണ്ട്. എന്നാലും അടുത്ത ആഴ്ച പുറത്തു വരാനിരിക്കുന്ന ബാങ്കിംഗ്, മറ്റു പ്രമുഖ കമ്പനികളുടെ ഫലങ്ങൾ വിപണിയുടെ ഗതി നിർണ്ണയിക്കുന്നതിൽ നിർണായകമായേക്കും. രണ്ടാമതായിട്ട് സാമ്പത്തിക ഡേറ്റ, പണപ്പെരുപ്പം, രൂപയുടെ മൂല്യം, ബോണ്ട് ഈൽഡ് തുടങ്ങിയ സൂക്ഷ്മ സാമ്പത്തിക ഘടകങ്ങൾ നിക്ഷേപകർ തുടർന്ന് നിരീക്ഷിക്കും. അതുപോലെ മൂന്നാമതായിട്ട് ബജറ്റ് പ്രതീക്ഷകൾ. ഫെബ്രുവരി 1 വരാനിരിക്കുന്ന കേന്ദ്ര ബജറ്റിനെ കുറിച്ചുള്ള വാർത്തകളും പ്രതീക്ഷകളും വിപണിയിൽ കൂടുതൽ ചലനങ്ങളും വോളറ്റാലിറ്റിയും സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ആഴ്ച ട്രേഡ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാന ലെവലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 25,600 ഒരു പ്രധാന സപ്പോർട്ട് ലെവലായിട്ട് പ്രവർത്തിക്കും. ഇതിന് താഴേക്ക് പോയാൽ 25,450 വരെ ഇടിവ് പ്രതീക്ഷിക്കാം. മുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യത്തെ പ്രധാന കടമ്പ 25,800 ആണ്. അത് മറികടക്കാൻ സാധിച്ചാൽ വിപണിയിൽ ഒരു പോസിറ്റീവ് ട്രെൻഡ് കൂടുതൽ ശക്തമാകും. ബാങ്ക് നിഫ്റ്റിയിലാവട്ടെ ബാങ്കിംഗ് ഓഹരികൾ മികച്ച ഫലങ്ങൾ നൽകുമെന്ന പ്രതീക്ഷയിൽ ഉള്ളതിനാൽ ബാങ്ക് നിഫ്റ്റി വളരെ ശ്രദ്ധാകേന്ദ്രം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഗണ്യമായ മുന്നേറ്റം കാഴ്ചവെച്ച ബാങ്ക് നിഫ്റ്റി 60,000 കടന്ന് 60,095 ക്ലോസ് ചെയ്തത്. മുകളിലേക്ക് പോവുകയാണെങ്കിൽ 60,366 ഒരു റെസിസ്റ്റൻസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അതേസമയം സപ്പോർട്ട് ലെവലിൽ 59,779 നമുക്കൊരു നല്ല സപ്പോർട്ടായിട്ട് കണക്കാക്കാം. വരും ദിവസങ്ങളിൽ പുറത്തു വരാനിരിക്കുന്ന ബാങ്കിംഗ് ഫലങ്ങളായിരിക്കും നിഫ്റ്റിയുടെ ദിശ നിർണ്ണയിക്കുക. ഈ സാഹചര്യത്തിൽ നമ്മൾ നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട ചില ഓഹരികളും സെക്ടറുകളും നമുക്കൊന്ന് പരിശോധിച്ചു പോകാം. IT സ്റ്റോക്കുകളിൽ ഇൻഫോസിസും ടെക് മഹീന്ദ്രയും പോലുള്ള കമ്പനികൾ ശക്തമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചതിനാൽ IT സെക്ടർ ആകർഷകമായിട്ട് തുടരുകയാണ്. അതുപോലെ തന്നെ ബാങ്കിംഗ് ഓഹരികൾ HDFC ബാങ്ക്, ബജാജ് ഫിനാൻസ് തുടങ്ങിയവയുടെ ഫലപ്രഖ്യാപനത്തിന് മുന്നോടിയായിട്ട് നല്ല നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്ത ആഴ്ച പുറത്തു വരുന്ന യഥാർത്ഥ ഫലങ്ങൾ ഈ ഓഹരികളുടെ ഭാവി നിർണ്ണയിക്കാൻ സാധ്യതയുണ്ട്. നഷ്ടം നേരിട്ട സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ ഈ ആഴ്ച ദുർബലമായിരുന്ന ഫാർമ, കൺസ്യൂമർ ഡ്യൂറബിൾ സെക്ടറുകളിലെ പ്രമുഖ ഓഹരികളായിട്ടുള്ള സൺ ഫാർമ, ഏഷ്യൻ പെയിന്റ്സ്, മാരുതി എന്നിവയെ നമുക്ക് വ്യക്തമായിട്ട് നിരീക്ഷിക്കേണ്ടതുണ്ട്. ഡിഫൻസീവ് സെക്ടറുകളിൽ ശ്രദ്ധിക്കേണ്ട കാരണം എന്താണെന്ന് നോക്കിയാൽ വിപണിയിൽ ചാഞ്ചാട്ടം തുടരുന്നതിനാൽ FMCG, ഫാർമ പോലെയുള്ള സെക്ടറുകളിലെ മികച്ച കമ്പനികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പോർട്ട്ഫോളിയോയ്ക്ക് സ്ഥിരത നൽകാൻ സഹായിക്കും. ഇനി അടുത്ത ആഴ്ച വിപണിയിലെ സജീവമാകുന്ന പ്രധാന IPOകളും കോർപ്പറേറ്റ് വാർത്തകളും എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അടുത്ത ആഴ്ച പ്രൈമറി മാർക്കറ്റ് വളരെ സജീവമായിരിക്കും. ഫ്ലിപ്കാർട്ടിന്റെ പിന്തുണയുള്ള ലോജിസ്റ്റിക് കമ്പനിയായിട്ടുള്ള ഷാഡോ ഫാക്സ് ടെക്നോളജീസിന്റെ മെയിൻ ബോർഡ് IPO ജനുവരി 20 ആരംഭിക്കും. ഇതിന്റെ പ്രൈസ് ബാൻഡ് 118 മുതൽ 124 രൂപ വരെയാണ്. അതോടൊപ്പം KRM ആയുർവേദ, ഡിജിലോജിക് സിസ്റ്റം തുടങ്ങിയ കമ്പനികളുടെ SME IPOകളും അടുത്ത ആഴ്ച ആരംഭിക്കുന്നുണ്ട്. IPOകൾ കൂടാതെ നിരവധി പുതിയ ലിസ്റ്റിംഗുകൾ അടുത്ത ആഴ്ച സാക്ഷ്യം വഹിക്കും. കഴിഞ്ഞ ആഴ്ച മികച്ച പ്രതികരണം നേടിയ മെയിൻ ബോർഡ് IPO ആയിരുന്ന അമാഗി മീഡിയ ലാബ്സ് ജനുവരി 21 ലിസ്റ്റ് ചെയ്യും. അതോടൊപ്പം നാമദേശ് ബ്രാസ് ഇൻഡസ്ട്രീസ്, ഇൻഡോ SMC, GRE റിന്യൂ, എനർടെക് തുടങ്ങിയ
SME കമ്പനികളുടെ ലിസ്റ്റിംഗും അടുത്ത ആഴ്ച നടക്കും. അതിനാൽ IPO നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം അടുത്ത ആഴ്ച വളരെ നിർണായകമാണ്. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഈ പറഞ്ഞ IT ബാങ്ക് ഓഹരികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അടുത്ത ആഴ്ച നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന സ്റ്റോക്കുകൾ ഏതാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ഇതുപോലെയുള്ള മാർക്കറ്റ് അനാലിസിസുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. ഇന്ത്യൻ വിപണി ഈ ആഴ്ച വളരെ വലിയ ചാഞ്ചാട്ടങ്ങളിലൂടെയാണ് കടന്നുപോയത്. IT ഓഹരികളുടെ കരുത്തിൽ നഷ്ടമില്ലാതെ ക്ലോസ് ചെയ്യാൻ സാധിച്ചെങ്കിലും കമ്പനികളുടെ മൂന്നാം പാദ ഫലങ്ങളാണ് വിപണിയുടെ ഒരു പ്രധാന ചാലകശക്തിയായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത കുറച്ച് ദിവസത്തേക്ക് കൂടി നിക്ഷേപകർ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അതേസമയം ഇത്തരം ഫ്ലക്ച്വേഷനുകളിൽ മികച്ച കമ്പനികളുടെ ഓഹരി വിലകൾ കുറയുമ്പോൾ നിക്ഷേപം നടത്താനുള്ള വളരെ നല്ല അവസരമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ദീർഘകാല ലക്ഷ്യത്തോടെയുള്ള നിക്ഷേപകർക്ക് ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ കഴിയും. അടുത്ത ആഴ്ച പുതിയ മാർക്കറ്റ് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് വീക്ക് ആശംസിക്കുന്നു. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.